മുരുടേശ്വരത്തെ ഏറ്റവും വലിയ 3 പ്രത്യേകതകൾ എന്ന് പറയുന്നത്, എന്നാൽ നമ്മൾ ഉടുപ്പി പോകുന്നുണ്ട്. ഉടുപ്പിയിൽ നമ്മൾ സമയം 7:30 കഴിഞ്ഞു. എടപ്പള്ളിയിൽ പോസ്റ്റാണ്. നമ്മള് മൂകാംബിക റോഡ് ബൈൻഡൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതേ പറ്റിയിരിക്കും. ഹായ് ഓൾ, നമ്മുടെ ആദ്യത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് മൂകാംബിക മുരുടേശ്വർ ഉടുപ്പി ട്രിപ്പാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഊബറിൽ ഒരുപാട് നോക്കി, എന്തോ ഊബറുകാരുടെ എന്തോ സമരം എന്തോ ആണെന്ന് തോന്നുന്നു. റാപ്പിഡോയിലും കുറേ ട്രൈ ചെയ്തു, ക്യാബൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 3 മിനിറ്റ് കൂടിയാണ് കാണിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ അവരിവിടെ ഫുള്ള് കളിയിലാണ്. അവനൊരു കാർ കൊടുക്കുന്നതാണ് വന്നിരിക്കുന്നത്. ഓട്ടോ വഴി തെറ്റിയൊന്നൊരു ഡൗട്ട്. ഓട്ടോ എത്തിയിട്ടുണ്ട്. ഓടിയോ, വേഗം വാ വേഗം വാ. എൺപത് 68. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 7.2 കിലോമീറ്റർ ആണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഏകദേശം 171 രൂപ 24 പൈസയാണ് നമുക്കിപ്പോൾ റാപ്പിഡോയ്ക്ക് ആയിരിക്കുന്നത്, ഓട്ടോയ്ക്ക്. ഞങ്ങൾ ഏകദേശം ഒരു 1.5 വർഷമായി ഇവിടെ താമസിക്കുന്നു. എന്ന് ഞങ്ങൾ ഇവിടെ കൂടി പാസ് ചെയ്താലും ഈ വൈറ്റില ജംഗ്ഷനിലെ ഈ ഒരു ബ്ലോക്ക് 4-5 മിനിറ്റ് ഞങ്ങളുടെ കൊണ്ടുപോകും. ഇതിപ്പോൾ മുകളിൽ നോക്കിയാൽ അവിടെ കൂടി നമുക്ക് മെട്രോ ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. പ്ലാറ്റ്ഫോം നമ്പർ 4, കോച്ച് പൊസിഷൻ 16 എറണാകുളത്ത് നിന്നും പൂനെ വരെ പോകുന്ന പൂർണ്ണ എക്സ്പ്രസ് ഇന്ന് തിങ്കളാഴ്ച 9-ാം തീയതി വൈകുന്നേരം 6:50 എടുക്കുന്ന പൂർണ്ണ എക്സ്പ്രസ്സിലാണ് നമ്മൾ മൂകാംബികയിൽ അവൻ്റെ എഴുത്തിനിരുത്താൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യം മുരുടേശ്വർ, അവിടുന്ന് മൂകാംബിക, ദെൻ ഉടുപ്പി. നമ്മൾ വെള്ളിയാഴ്ച രാവിലെ എറണാകുളം ജംഗ്ഷനിൽ തന്നെയാണ് തിരിച്ചെത്തുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും, എല്ലാ പ്ലാറ്റ്ഫോംസിലും ട്രെയിനുണ്ട്. നമുക്ക് പോകേണ്ട പൂർണ്ണ എക്സ്പ്രസ് ആണ് പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് 11098 ആണ്. ഇത് തിരിച്ചു വരുമ്പോൾ 11097 എന്ന നമ്പറിലായിരിക്കും തിരിച്ചെത്തുക. അങ്ങോട്ട് പോകുന്നതും മൺഡേയും തിരിച്ചെത്തുന്നത് സാറ്റർഡേ ആണ്. വൈകുന്നേരം 6:50 മൺഡേ എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാത്രി 11 മണിക്കാണ് പൂനെയിലെത്തുന്നത്. ഈ സെയിം ട്രെയിൻ തന്നെയാണ് 22149 ഓർ 22150 എന്ന നമ്പറിൽ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് ഓടുന്നത്. അതേപോലെ തന്നെ 11033, 11034 പൂനെ ദർഭഗംഗ ഗ്യാൻ ഗംഗ എക്സ്പ്രസ് ആയിട്ടും ഈ സെയിം ട്രെയിനിൻ്റെ റേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ സെയിം ട്രെയിനിൻ്റെ കോച്ച് തന്നെയാണ് പേര് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡ് നടക്കുക, ഇപ്പുറത്ത് നീ നടക്കുക, അതേ പറ്റിയിരിക്കും. നമ്മളങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് കയറി സീറ്റ് കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ ഇരുട്ടാണ്. ഇപ്പോൾ സമയം 6:30 6:50 നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6:40 10 മിനിറ്റിനുള്ളിൽ ട്രെയിൻ എടുക്കും. ബട്ട് നമുക്ക് ഇട്ടിരിക്കുന്ന സീറ്റ് വൻ ശോകാണ്. ആക്ച്വലി നമ്മളിവിടുന്ന് കയറി വരുന്നതിൻ്റെ അവിടെ തന്നെയുള്ള ഫസ്റ്റ് ഷീറ്റാണ്. അതും സൈഡ് ലോവർ സൈഡ് അപ്പർ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചാർട്ട് നോക്കിയപ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിലുള്ളവർ ഷൊർണൂരിനെ കയറുള്ളൂ. അവർ ഷൊർണൂരിന്ന് മൂകാംബിക വരെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ബാത്റൂം സ്മെല്ല് ഓരോ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ അപ്പൊ എന്താണോ സംഭവിക്കുന്നത് അതനുസരിച്ച് നോക്കാം. പിന്നെ റിയൽ മതാത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ബാക്കി ഇപ്പൊ നിലവിൽ ട്രെയിൻ ഓക്കെ ആണ്. LSP കോച്ച് കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. ഇപ്പൊ പഴയ കോച്ച് തന്നെയാണ്. ഞാൻ നെറ്റിൽ നോക്കിയ സമയത്ത്
ജൂലൈ 14-24 എന്തോ മുതൽ ഈ ഒരു പൂർണ്ണ എക്സ്പ്രസിന്റെ കോച്ച് ഫുൾ LHP ആക്കുമെന്ന് ഞാൻ കണ്ടു. ഒരു മാസത്തിന് ശേഷമായിരുന്നു നമ്മൾ പോയെന്നുണ്ടെങ്കിൽ മേ ബി LHP കോച്ചിലേക്ക് എത്താനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ഒരു ഓൾഡ് കോച്ചിൽ തന്നെയാണ് പോകുന്നത്. കോഴിക്കോട്ടിന് എവിടെ പോവാ? എവിടെ? ഹാപ്പിയാണോ കോഴിക്കോട്ടെ? ഹാപ്പിയാണോ? ഒരു ഉമ്മ തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ അമ്മയും മോനും ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബാഗ് ഉണ്ടോ നിങ്ങൾ? ഈ ബാഗ് ഫുഡ് മാത്രമാണ്. ഡ്രസ്സിന്റെ ബാഗ് ഒരു ചെറിയ ബാഗാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ട്രിപ്പ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എക്സാക്ട് 6:50 തന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫുൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ആദ്യം മുരുടേശ്വരാണ് പോകുന്നത്. മുരുടേശ്വർ രാവിലെ 5:20 മുരുടേശ്വർ എത്തും. എക്സാക്ട് ടൈം ആണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുറച്ച് ലേറ്റായി എത്തിയാൽ മതി. ഒരു 6 മണിക്ക് ശേഷം എത്തുന്നതാണ് നമുക്ക് ബെറ്റർ. അതിനുശേഷം അവിടെ നമ്മളൊരു ഓട്ടോ എടുക്കുന്നു, മുരുടേശ്വരം പോകുന്നു. മുരുടേശ്വരം തൊഴുത് അവിടുന്ന് ഉച്ചയ്ക്ക് മൂകാംബികയിലേക്ക് 2 മണിക്ക് ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ കൊല്ലൂർ ഇറങ്ങുന്നു. കൊല്ലൂരിൽ നിന്ന് ബസ്സോ ഓട്ടോയോ ഷെയർ ടാക്സിയോ എന്തെങ്കിലും എടുത്തിട്ട് മൂകാംബികയ്ക്ക് പോകുന്നു. മൂകാംബിക എത്തിയതിന് ശേഷം അവിടെ ഈവനിങ് ആവുക സമയത്ത് അപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റുമെങ്കിൽ കയറി ജസ്റ്റ് തൊഴുതു. ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം മോർണിംഗ് അവന് എഴുത്തിനിരുത്തുക. രാവിലെ എഴുത്തിനിരുത്തിയതിന് ശേഷം അവിടെ അമ്പലത്തിലൊക്കെ തൊഴുതു അവിടുന്ന് അന്നദാനം കഴിച്ചിട്ട് അവിടുന്ന് ഉടുപ്പിന്ന് വൈകുന്നേരം ഉടുപ്പിൽ നമ്മൾ 11-ാം തീയതി വൈകുന്നേരം എത്തും. അന്ന് അമ്പലത്തിൽ കയറി തൊഴുത് പിറ്റേ ദിവസം ഒന്ന് മാൽപ്പേ ബീച്ചിൽ പോയി അന്ന് വൈകുന്നേരം, അതായത് 12-ാം തീയതി വൈകുന്നേരം അവിടുന്ന് കേരള ക്രാന്തിക്ക് തിരിച്ച് എറണാകുളത്തേക്ക് വരാനാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് നിന്നും ഏതൊക്കെ ട്രെയിനുകളിലാണ് നമുക്ക് മൂകാംബികയ്ക്ക് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ ട്രെയിൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഓടുന്ന 16346 നേത്രാവതി എക്സ്പ്രസ് ആണ്. അത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:50 എറണാകുളത്ത് നിന്ന് എടുത്ത് പിറ്റേ ദിവസം അതിരാവിലെ, അതായത് പാതിരാത്രി 1:20 ഈ ഒരു ബൈണ്ടൂർ എത്തുന്നത്. ബൈണ്ടൂർ എന്ന് പറയുന്നത് മൂകാംബികയിൽ നമ്മൾ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ബൈണ്ടൂർ, അല്ലെങ്കിൽ മൂകാംബിക റോഡ് എന്നാണ് പറയുന്നത്. അടുത്തൊരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ 12977 മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതെല്ലാം ഞായറാഴ്ചയാണ് ഓടുന്നത്. അതും വൈകുന്നേരം 6:50 പൂർണ്ണ എക്സ്പ്രസ് പോലെ തന്നെ വൈകുന്നേരം 6:50 എറണാകുളത്ത് നിന്ന് എടുത്ത് ബൈണ്ടൂർ 4:40 രാവിലെ പിറ്റേ ദിവസം 4:40 എത്തുന്നത്. അടുത്തത് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന പൂർണ്ണ എക്സ്പ്രസ് ആണ്. അതെല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6:50 എടുത്ത് ബൈണ്ടൂർ രാവിലെ 4:42 എത്തുക. അടുത്തത് 16338 എറണാകുളം ഓക്ക എക്സ്പ്രസ് ആണ്. അത് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഓടുന്നത്. അത് എറണാകുളത്ത് നിന്നും രാത്രി 8:25 എടുത്ത് ബൈണ്ടൂർ രാവിലെ 7 മണിക്ക് എത്തുന്ന ട്രെയിനാണ്. തിരുവനന്തപുരം സെൻട്രൽ നോർത്ത് SGNR എക്സ്പ്രസ്, 19259 TVCN VVC എക്സ്പ്രസ്. പിന്നെ വരുന്ന ട്രെയിനുകൾ എന്ന് പറഞ്ഞാൽ 16336 ഗാന്ധിധാം എക്സ്പ്രസ്, 16334 വെരാവൽ എക്സ്പ്രസ്, 16312 LTT ഗരീബ് രഥ്. ഇതുപോലത്തെ ട്രെയിനുകളാണ് പിന്നീട് വരുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. എടപ്പള്ളിയിൽ പോസ്റ്റാണ്. ആക്ച്വലി വന്ദേ ഭാരത് ഇപ്പോൾ പാസ് ചെയ്തായിരുന്നു. ഞാനിപ്പോൾ വീഡിയോ കാണിക്കാം. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് നമുക്ക് ആലുവേ ഉള്ളൂ. ഇതിപ്പോൾ എടപ്പള്ളിയിൽ നിർത്തിയിട്ടിരിക്കുവാണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കാം. ഇപ്പോൾ ഓൾറെഡി വന്ദേ ഭാരത് പാസ് ചെയ്തു. അയ്യേ, ഓടിക്കാൻ അറിയില്ലേ? നവംബർ 1 മുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിടാനുള്ള ഒരു കാലാവധി 120 ദിവസത്തിൽ നിന്നും 60 ദിവസത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തെ നമുക്ക് 4 മാസം മുമ്പേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ നമുക്കത് 2 മാസം മുമ്പ് മാത്രമാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതാണ് ബെറ്റർ. കാരണം ഈ 4 മാസം മുമ്പേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിരുന്നു.
അപ്പോൾ നമ്മൾ ഈ 2 മാസം മുമ്പ് നോക്കുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം മുമ്പ് നോക്കുമ്പോഴൊക്കെ സീറ്റെല്ലാം ഫില്ലായിരിക്കും, വെയിറ്റിംഗ് ലിസ്റ്റായിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ നമുക്കൊരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസം മുമ്പ് നോക്കിയാൽ പോലും നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രാത്രിയായി, ഞങ്ങൾ കിടക്കാൻ പോവാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ബത്കൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേഷനാണ് നമ്മുടെ മുരുടേശ്വർ എന്ന് പറയുന്നത്. 5:20 എത്തേണ്ട സമയം. ഇപ്പോൾ ഓൾറെഡി 5:30 കഴിഞ്ഞു. അപ്പോൾ ഒരു 5:45 5:50 എത്തുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ബൈൻഡൂർ സ്റ്റേഷൻ അഥവാ മൂകാംബിക റോഡ് സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ട്രെയിൻ ഫുള്ള് കാലിയായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ബോഗിൽ ഞങ്ങൾ ഉൾപ്പെടെ ഒരു 4-5 പേര് മാത്രമേ ഉള്ളൂ. ഇനി ട്രെയിനിൽ തിരക്ക് വരണമെന്നുണ്ടെങ്കിൽ മഡ്ഗോവനാകണം. അപ്പോൾ മാത്രമാണ് ഇനി തിരക്കുണ്ടാവുക. നമ്മളിപ്പോൾ മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 5:20 എത്തേണ്ട പൂർണ്ണ എക്സ്പ്രസ് 40 മിനിറ്റ് വൈകി 6 മണിക്കാണ് നമ്മൾ എത്തിയത്. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ 6 മണിക്ക് എത്തണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. കൃത്യം അതുപോലെ തന്നെ 6 മണിക്ക് തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ബട്ട് വളരെ ക്യൂട്ടാണ് കാണാനായിട്ട്. ഞാൻ അതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം. ഇത് ആക്ച്വലി കൊങ്കൺ റൂട്ടിൻ്റെ ഒരു ഭാഗമാണ് മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കൊങ്കൺ റെയിൽവേയുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി, അതായത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ടാണ് കൊങ്കൺ റൂട്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ലൈനാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന വഴി ഇപ്പോൾ മൂകാംബികയ്ക്ക് മുമ്പാണെങ്കിലും മൂകാംബികയ്ക്ക് ശേഷമാണെങ്കിലും ഉള്ള ചെറിയ സ്റ്റേഷനെല്ലാം നിർത്തിയിട്ട് അടുത്ത വണ്ടി പാസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങോട്ട് എത്താനായിട്ട് പറ്റിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഇത് 2 ലൈൻ അല്ല, അവിടുന്ന് ഇവിടെ വരെ നമുക്ക് എന്തായാലും സിംഗിൾ ലൈനാണ് വരുന്നത്. സ്റ്റേഷനിൽ മാത്രമാണ് നമുക്ക് എക്സ്ട്രാ ഒരു ലൈൻ വരുന്നത്. അതുപോലെ തന്നെ ഈ കൊങ്കൺ റൂട്ടിൽ ഓടുന്ന ട്രെയിനുകൾക്കെല്ലാം തന്നെ ഒരു ബഫർ ടൈമും കൂടി അനുവദിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ, അതായത് വിരലെണ്ണാവുന്ന 4-5 ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ മുരുടേശ്വർ സ്റ്റേഷനിൽ ഈ ഒരു ട്രെയിനിൽ വന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇനി ട്രെയിൻ പൂനെക്കാണ് പോകുന്നത്. പൂനെയിൽ ഇന്ന് രാത്രി 11 മണിക്കാണ് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നത്. ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. മരത്തൂണിൽ ഓടുമേഞ്ഞ കാണാൻ ഒരു പഴമ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു വെയിറ്റിംഗ് ഷെഡാണ് ഇവിടെ കാണുന്നത് നമ്മൾ. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ മുരുടേശ്വരൻ്റെ ഒരു ചെറിയ പ്രതിമ ഇരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കുളിച്ചത്. ഇവിടെ നല്ല അടിപൊളി 2 റെസ്റ്റ് റൂം അവൈലബിൾ ആണ്. ലേഡീസിനും ജെൻസിനും പ്രത്യേകം ഇവിടെ നല്ല വൃത്തിയുള്ള ഒരു റെസ്റ്റ് റൂം അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ബാത്റൂമിൽ പോകാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും സെപ്പറേറ്റ് നല്ല വൃത്തിയായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിൽ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് MRDW എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ കൊങ്കൺ റെയിൽവേയുടെ കർവാർ ഡിവിഷൻ്റെ അണ്ടറിലാണ് ഈ ഒരു മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഏകദേശം 18 തൊട്ട് 20 വരെ ട്രെയിനുകളാണ് ഡെയിലി ഇവിടെ നിർത്തുക. MRDW യശ്വന്ത്പൂർ എക്സ്പ്രസ്, MRDW SMVB എക്സ്പ്രസ്, ഈ 2 ട്രെയിനുകളാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ NH66ൻ്റെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അതായത് പഴയ NH70. സ്റ്റേഷൻ്റെ അകത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡ് അവൈലബിൾ ആണ്. പ്രീപെയ്ഡ് ഓട്ടോകളല്ല, അതല്ലാതെ നമുക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോൾ സമയം 7:26 അതായത് ഏകദേശം ഞങ്ങളിവിടെ വന്നിട്ട് 1.5 മണിക്കൂർ ആവാൻ പോകുന്നു. മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ആണ് മുരുടേശ്വരം അമ്പലത്തിലേക്കുള്ളത്. നമുക്ക് ഈ ഒരു ഹൈവേ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അമ്പലത്തിലേക്കുള്ള കവാടം കാണാനായിട്ട് പറ്റും.
ഈ ഒരു 2.5 കിലോമീറ്റർ യാത്ര ചെയ്യാനായി ഓട്ടോ ചാർജ് 60 രൂപയാണ് ആകുന്നത്. അമ്പലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള രാജഗോപുരം കാണാനായിട്ട് സാധിക്കും. അമ്പലത്തിൻ്റെ കവാടത്തിനകത്തോട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായി ലഗേജ് റൂം അവൈലബിൾ ആണ്. ഒരു ബാഗ് സൂക്ഷിക്കാനായി 20 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ നമുക്ക് മൊത്തം 3 ബാഗുകളായിരുന്നു ഉണ്ടായിരുന്നത്. 3 ബാഗുകൾ കൊടുത്തു. 3 ബാഗുകൾക്കും കൂടി 60 രൂപയായി. അതിൻ്റെ റെസിപ്റ്റും കിട്ടി. നമ്മളിപ്പോൾ മുരുടേശ്വരൻ ടെമ്പിളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് രാജഗോപുരം കാണാനായിട്ട് പറ്റും. രാവിലെ എഴുന്നേറ്റോണ്ടാന്ന് തോന്നുന്നു, നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആഹാരം കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഈ ഫുഡ് കഴിക്കാനായിട്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള നവീൻ ബീച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഈ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഫുള്ള് കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 2 നിലകളാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിന് വരുന്നത്. മുകളിലും താഴത്തും നമുക്ക് സിറ്റിങ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലിരുന്നാലും താഴെ ഇരുന്നാലും കടലിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഞങ്ങൾ 3 പ്ലേറ്റ് ഇഡ്ഡലി വട സെറ്റാണ് പറഞ്ഞത്. ഒരു പ്ലേറ്റിന് 65 രൂപ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഓവറോൾ ബില്ല് 242 രൂപയായി, GST എല്ലാം ഉൾപ്പെടെ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. രാജഗോപുരത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറേണ്ടത്. അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെരുപ്പ് ഇവിടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് രാജഗോപുരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ചെരുപ്പ് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു ചെരുപ്പിന് 5 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ബാസ്ക്കറ്റിലേക്ക് നമ്മൾ ചെരുപ്പ് ഇടുക. ദെൻ എത്ര രൂപയാണോ കൊടുക്കേണ്ടത് ആ പൈസ കൊടുക്കുക. അതിൻ്റെ റെസിപ്റ്റ് അവർ തരും. നമുക്കിവിടെ രാജഗോപുരത്തിന്റെ അടുത്ത് 2 ആനയുടെ പ്രതിമകൾ കാണാനായിട്ട് സാധിക്കും. 20 നിലകളാണ് ഈ ഒരു രാജഗോപുരത്തിന് വരുന്നത്. മുരുടേശ്വരത്തെ ഏറ്റവും വലിയ 3 പ്രത്യേകതകൾ എന്ന് പറയുന്നത് 1 ഈ രാജഗോപുരം, 2 ശിവന്റെ വലിയ പ്രതിമ, 3 ബീച്ച്. ലോകത്തിലെ ഉയരം കൂടിയ ശിവ സ്റ്റാച്ചുകളിൽ 2ാം സ്ഥാനമാണ് മുരുടേശ്വരത്തെ ഈ ഒരു ശിവന്റെ സ്റ്റാച്ചുവിനുള്ളത്. 123 ഫീറ്റാണ് ഇതിൻ്റെ ഉയരം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ രാജഗോപുരത്തിൻ്റെ കാര്യവും. 249 അടി അഥവാ 76 മീറ്റർ ഉയരമുള്ള ഇവിടുത്തെ രാജഗോപുരവും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രാജഗോപുരങ്ങളിൽ 2ാം സ്ഥാനമാണുള്ളത്. 1ാം സ്ഥാനം ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ടെമ്പിളിനാണ്. നമ്മൾ മുരുടേശ്വര അമ്പലത്തിൽ കയറി തൊഴുതു. തിരക്കൊന്നുമില്ലായിരുന്നു, ഈസി ആയിട്ട് തൊഴാനായിട്ട് പറ്റി. അവിടെ നമ്മൾ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അത് കൂടാതെ 12 മണി മുതൽ ഇവിടെ നമുക്ക് ഊണും അവൈലബിൾ ആണ്. നമുക്കത് അറിയില്ലായിരുന്നു. ഇവിടെ എത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അകത്ത് കയറിയതിന് ശേഷമാണ് മനസ്സിലായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവിടുന്ന് പോവുക. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. അടുത്തായിട്ട് നമുക്ക് ശിവന്റെ പ്രതിമയുടെ അങ്ങോട്ട് പോകണം. അതേപോലെ തന്നെ രാജഗോപുരത്തിന്റെ അകത്തേക്ക് നമുക്ക് ലിഫ്റ്റ് വഴി കയറാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ തൊഴുതിറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു വിശാലമായിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഒരുപാട് ബെഞ്ച് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. രാജഗോപുരത്തിൻ്റെ അകത്ത് തന്നെയാണ് രാജഗോപുരത്തിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. മുകളിലേക്ക് പോകാനായിട്ട് 2 ലിഫ്റ്റുകളാണ് നിലവിലുള്ളത്.
ഒന്നാമത്തെ ലിഫ്റ്റ് 17ാമത്തെ നില വരെയും രണ്ടാമത്തെ ലിഫ്റ്റ് 18ാമത്തെ നില വരെയാണ് പോകുന്നത്. മൊത്തം 20 നിലകളാണ് രാജഗോപുരത്തിനുള്ളത്. ഞങ്ങൾ രാവിലെ എത്തിയതുകൊണ്ട് തന്നെ വലിയ ക്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചു. പക്ഷെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് വന്നപ്പോഴേക്കും അത്യാവശ്യം ക്യൂ ആയിട്ടുണ്ടായിരുന്നു താഴത്ത്. അടുത്തായിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം നടക്കാനുണ്ട്. 100-200 മീറ്റർ ദൂരം കൂടിയുണ്ട് ഇനി മുകളിലേക്ക്. നമ്മൾ ശിവൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് ഇവിടെ. ഇപ്പോൾ സമയം 10 മണിയാകുന്നേ ഉള്ളൂ. ഇപ്പോഴേക്കും നല്ല വെയിലായി. ഇവിടെ സ്ഥിരം ഈ ഒരു ചൂടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു 5-6 ഐസ്ക്രീം കടകൾ കാണാനായിട്ട് പറ്റും. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഞാൻ മുകളിൽ ചെന്നിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇവിടെ മുകളിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ നല്ലോണം വിഷമിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെടികളൊക്കെ വെച്ചിട്ട് അതേപോലെ തന്നെ കുറേ പ്രതിമകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ അകത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമ്മൾ ആ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് അടിപൊളി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോർമലൊരു കൊത്തം ആ ഒരു ഫീലേ വരുന്നുള്ളൂ. ഇവിടെ സ്റ്റാച്ചു ഫുള്ള് കമ്പി കൊണ്ട് കെട്ടി എന്തോ സ്കഫോൾഡ് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇവിടെ പുല്ല് കാര്യങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് അടിപൊളിയായിട്ട് അവരിവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാം ആൻഡ് ക്വൈറ്റ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, നല്ല ഹ്യൂമിഡിറ്റി ആണ്. എങ്കിൽ പോലും നമുക്കൊരു കൂൾനെസ് ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഇവിടെ കരിങ്കല്ലിൻ്റെ കെട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ബട്ട് നല്ല രീതിയിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമുക്ക് കയറി വരുമ്പോൾ കുറച്ച് ടയർഡ്നെസ് തോന്നിയെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു കാം ആൻഡ് ക്വൈറ്റായിട്ട് നല്ല അടിപൊളിയൊരു ഫീൽ തോന്നുന്നുണ്ട്. നമുക്ക് ഈ ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കും. അകത്ത് ഫുൾ AC ആണ്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപയും. അകത്തേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ ഒരുപാട് പുരാണ കഥാപാത്രങ്ങൾ, പുരാണ സംഭവങ്ങളുടെ എല്ലാം ശില്പാവിഷ്കാരം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ചൂടത്ത് നമ്മൾ നടന്ന് ടയർഡായിട്ട് വന്നാലും അകത്ത് കയറി ആ AC കൊണ്ട് നമ്മളിതിന് ചുറ്റും നടക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്.
പൈക്കൂട്ടാ വിഷമിച്ചാ? ബീച്ചിൻ്റെ സൈഡിൽ തുണിക്കടകളെല്ലാം അവൈലബിൾ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ 2 ബനിയൻ വാങ്ങി. 12 മണിയായി. ഞങ്ങൾ അന്നദാനം കഴിക്കാനായിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് 2:10 നമ്മുടെ ട്രെയിൻ. ആര് പിടിപ്പിച്ചെന്നോ? അച്ഛനോട് അറിയാൻ പാടില്ല. നിങ്ങൾ മുരുടേശ്വരത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സാക്കരുതാത്തൊരു കാര്യമാണ് ഇവിടുത്തെ അന്നദാനം. പായസം ഉൾപ്പെടെയുള്ള ഈ ഒരു അന്നദാനം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ അന്നദാനമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്ന മൂകാംബികയ്ക്കാണ്. നമ്മൾ ലഗേജൊക്കെ എടുത്തു, പവിയും ഇറങ്ങി. അപ്പോൾ നമ്മളിതിൻ്റെ ഓട്ടോ എടുക്കുന്നു, നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മൾ തിരിച്ച് മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ബൈണ്ടൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്തു. ജനറൽ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന SMBT ബാംഗ്ലൂർ എക്സ്പ്രസ് ട്രെയിൻ ഇവിടെ നിന്നാണ്, മുരുടേശ്വരത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2:10 ഇവിടുന്ന് ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞേ ഉള്ളൂ, 1 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും സീറ്റിൽ കയറിയിരിക്കാം. ട്രെയിൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. കറക്റ്റ് 2:10 തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഏകദേശം 40 മിനിറ്റ് യാത്രയാണ് മൂകാംബിക റോഡ് അഥവാ ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. ട്രെയിൻ ഫുള്ള് കാലിയാണ്. ഞങ്ങളിരിക്കുന്ന ബോഗിൽ ആകെ 3-4 ആൾക്കാർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് കിടന്നു പോകാനായിട്ട് സാധിക്കും. ജനറൽ കോച്ചാണെങ്കിൽ ഇപ്പോൾ ഭാവി നല്ല ഉറക്കാണ് കിടന്ന്. അപ്പോൾ നമ്മൾ മൂകാംബിക റോഡ് ബൈണ്ടൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടത്? ബസ് കിട്ടുമോ അതോ ഓട്ടോ എടുക്കണോ, ഷെയർ ടാക്സി കിട്ടുമോ എന്താണെന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് വേണം നോക്കാനായിട്ട്. ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമലി കൊങ്കൺ റൂട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേഷനുകളിലും നമുക്ക് മറ്റൊരു ട്രെയിന് വഴി കൊടുക്കാനായിട്ട് 2 ലൈൻസ് ഉണ്ടാവും. ബട്ട് ഈ ഒരു സ്റ്റേഷനിലാകെ ഒറ്റ സിംഗിൾ ലൈൻ മാത്രമാണുള്ളത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ഒറ്റ ലൈൻ മാത്രമാണ് ത്രൂ ഔട്ടുള്ളത്. വേറൊരു ട്രെയിൻ ഓപ്പോസിറ്റ് വന്നാൽ കയറി നിൽക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇതിന് മുമ്പുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റേഷനിൽ പിടിച്ചിട്ടായിരിക്കും ഈ ഒരു റൂട്ടിൽ കൂടി ട്രെയിൻ കടന്നു പോവുക. അതായത് ഒരേ സമയത്ത് ഈ ഒരു സ്റ്റേഷനിൽ ഒരു ട്രെയിൻ മാത്രമായിരിക്കും നിൽക്കുക. ഒരൊറ്റ പ്ലാറ്റ്ഫോമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബൈണ്ടൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. മുരുടേശ്വരമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സ്റ്റേഷനാണ് ഈ ഒരു ബൈണ്ടൂർ മൂകാംബിക റോഡ് സ്റ്റേഷൻ. ഇവിടെ ആക്ച്വലി കയറി നിൽക്കാൻ പോലും ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ബസ് സ്റ്റോപ്പ് പോലത്തെ 1-2 സ്ഥലങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 500 മീറ്ററോളം നടക്കണമെന്ന് തോന്നുന്നു സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. ഇതുവരെ സ്റ്റേഷൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല. അതുപോലെ ഒരു പൂച്ചക്കളയെ പോലും കാണുന്നില്ല ഇവിടെ. ഭയങ്കര വിജനമായിട്ട് കിടക്കുന്നൊരു സ്റ്റേഷനാണ്. അപ്പോൾ ഇതേപോലൊരു 2 വെയിറ്റിംഗ് ഷെഡ് മാത്രമാണ് ആകെ ഈ ഒരു റോഡിലുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലാണ്. ഒരു മഴയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ ആൾക്കാർ കയറുക, എങ്ങനെ നിൽക്കും എന്നുള്ള കാര്യമൊക്കെ വൻ ഡൗട്ടാണ്. ഇവിടെ ഒരു പ്രോപ്പർ പ്ലാറ്റ്ഫോം പോലും ഇല്ല. ആക്ച്വലി ഇവിടെ കാട് കയറി കിടക്കുവാണ് മൊത്തത്തിൽ.
ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം മൂന്നാമത്തെ ഇരിക്കലാണിത്. കാണുന്നതാണ് സ്റ്റേഷൻ. സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ നമുക്കൊരു ഹോട്ടൽ കാണാനായിട്ട് പറ്റും. ഹോട്ടൽ അംബിക ഇന്റർനാഷണൽ. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ട് റൂം എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മൂകാംബികയിൽ നിന്ന് വന്ന് ഇവിടെ റൂം എടുത്തിട്ട് ഏർലി മോർണിംഗ് ട്രെയിനുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാവുന്ന ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. മെയിൻ സ്റ്റേഷൻ കെട്ടിടം അത്യാവശ്യം നല്ല പുതിയ കെട്ടിടമാണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് AC റെസ്റ്റ് റൂം എല്ലാം അവൈലബിൾ ആണ്. മുരുടേശ്വരത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇറങ്ങാനായിട്ട്. ആകെ നമ്മൾ മാത്രമാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഷെയർ ടാക്സി, ഷെയർ ഓട്ടോ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ബസ്സിന് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ എടുത്ത് പോയിട്ട് അവിടുന്ന് ബസ്സിന് പോകാനാണ് നമ്മുടെ തീരുമാനം. ഏകദേശം 15 മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം കൊല്ലൂർക്കുള്ള ബസ് എത്തിയിട്ടുണ്ട്. 43 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. കൂടുതലും സ്കൂൾ കുട്ടികളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ഇവിടുന്ന് 30 കിലോമീറ്റർ ആണ് കൊല്ലൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം. ഞങ്ങൾ ബസ്സിന് വേണ്ടി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഏത് ബസ് വന്നാലും ഇത് കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ പോവുമോ എന്ന് ചോദിക്കേണ്ടി വന്നു. കാരണം എല്ലാ ബസ്സിലും കന്നഡയിലാണ് ബോർഡ് വച്ചിരിക്കുന്നത്. ഒരു ബസ്സിൽ പോലും ഇംഗ്ലീഷിൻ്റെ ഒരു അംശം പോലും കാണാനില്ല. ആക്ച്വലി ഇപ്പൊ ഈ ബസ് ഓടുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. ഈ ബസ്സിലൊന്നും ഒരാൾ പോലും ഇല്ല. ബസ് ഫുള്ള് കാലിയായിട്ടുണ്ട്. ഇനിയിപ്പോ കൊല്ലൂർ വരെ നമുക്ക് വേണ്ടി മാത്രമാണ് ഓടുന്നത് തോന്നുന്നു. അമ്പലം എത്താറായെന്ന് തോന്നുന്നു. ഇവിടെ അമ്പലത്തിലേക്കുള്ള കവാടം കാണാൻ സാധിക്കും. ഇവിടെ എത്തിന്ന് പറ. അപ്പൊ നമ്മള് മൂകാംബിക കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് രാവിലെ മുരുടേശ്വരം പോയി. ഇന്ന് നമ്മളിപ്പോ ബൈൻഡൂരിൽ നിന്ന് ബസ് എടുത്ത് ഇപ്പൊ നമ്മള് കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മറ്റേ സിനിമ ഉണ്ടല്ലോ അരവിന്ദിന്റെ അതിൽ കാണിക്കുന്ന ബസ് സ്റ്റാൻഡാണ് പുറമേ കാണുന്നത്. പിന്നെ നമ്മൾ അടുത്ത റൂം ഇവിടെ ബുക്ക് ചെയ്തിട്ടില്ല നിലവിൽ. എന്നാൽ നമ്മൾ ഉടുപ്പി പോകുന്നുണ്ട്. ഉടുപ്പിയിൽ നമ്മൾ ഓൾറെഡി റൂം കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ദേവസ്വത്തിൻ്റെ റൂം ആക്ച്വലി അവൈലബിൾ ആണ്. 800 രൂപയ്ക്ക് നമുക്ക് AC റൂം അവിടെ അവൈലബിൾ ആണ്. പക്ഷേ രാവിലെ 9 മണിക്ക് നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അതാണ് ചെറിയൊരു ഇഷ്യൂ. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും നല്ല റൂം കിട്ടുമോ നോക്കിയിട്ട് കിട്ടിയില്ല, മറ്റത് തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നതെങ്കിൽ നമ്മൾ അത് തന്നെയായിരിക്കും എടുക്കുക. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. നമ്മൾ മൂകാംബിക അമ്പലത്തിന്റെ അടുത്ത് തന്നെ റൂം എടുത്തിട്ടുണ്ട്. ദേവസ്വത്തിന്റെ റൂം അല്ല എടുത്തത്. അതിന്റെ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ റൂം എടുത്തത്, ഈ റൂമിന്റെ റേറ്റ് എത്രയായി, എവിടെയാണ് ഈ റൂം വരുന്നത്, അതുപോലെ നാളത്തെ മൂകാംബികയിലെ കാഴ്ചകളെല്ലാമായിട്ട് നാളെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.